അസ്യൂസിന്റെ അസ്യൂസ് ROG ഫോൺ 8 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അസ്യൂസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 95,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അസ്യൂസ് ROG ഫോൺ 8 Pro എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. E6 AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ മാക്സിമം 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിലൊക്കെ ഈ ഒരു 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം 720 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. പഴയ ROG ഫോൺസിലൊക്കെ മുകളിലും താഴെയും ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പഞ്ചോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അപ്പം ഒരു മോഡേൺ ഡിസൈൻ അതിൽ കാണാറില്ല. പക്ഷേ ഈ ഒരു പുതിയ ROG ഫോണിലോട്ട് വരുമ്പോൾ പഞ്ചോൾ ഡിസൈനും ചെറിയ ബെസൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ അസ്യൂസ് ROG ഫോൺ 8 Proയിലോട്ട് വരുമ്പോൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2500 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 225 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റുള്ള ഫോൺ തന്നെയാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ വെയിറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിലും പഴയ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പൊതുവേ ഗെയിമിംഗ് ഫോൺസ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റിയും അത്യാവശ്യം ഉണ്ട്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ അനിമേവിഷൻ മിനി LED എന്നുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില അനിമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫോണിൻ്റെ ഫാൻറ്റം ബ്ലാക്ക് എന്നുള്ള കളർ വേരിയൻ്റ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലാണ് വരുന്നത്. 24 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള എയർ ട്രിഗർ ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിരിക്കും. ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ഷൻ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ എയറോ ആക്റ്റീവ് കൂളർ എക്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒരു കൂളിംഗ് സിസ്റ്റം നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള AI ഗ്രാബർ എന്നുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ഗെയിമിലുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു AI ഫീച്ചറിന്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗെയിമിൽ ചെയ്യാനും പറ്റുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡയറാക്ട് വെർട്ടോ സൗണ്ടിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ 3.5 mm ഓഡിയോ ജാക്ക് വരാറില്ല, പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ROG സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ട്. പക്ഷേ 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് ഇതിൽ ലഭിക്കുള്ളൂ. 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ കുറച്ചും കൂടി കാലത്തേക്കുള്ള ഒരു OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 890യുടെ സെൻസറാണ്. പിന്നെ ഇതിൽ 6 ആക്സിസ് ഹൈബ്രിഡ് ഗിംബൽ സ്റ്റെബിലൈസർ 3.0 എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇതുവഴി കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 32 MP ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവൻ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടി ഇതിൽ ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ മുമ്പ് പല ക്യാമറ ബ്ലൈൻഡ് ടെസ്റ്റിലും ASUSന്റെ ഗെയിമിംഗ് ഫോണുകൾ വിന്നറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലൊരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഴയ ഫോണിലേതുപോലെ 6000 mAh ബാറ്ററി ഒന്നും വരുന്നില്ല. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം എന്താ വെച്ചാൽ 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ഒന്ന് ഫോണിൻ്റെ അടിയിലും ഒന്ന് ഫോണിൻ്റെ സൈഡിലായിട്ടും. അപ്പോൾ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 GB റാം വെർഷൻ്റെ വില വരുന്നത് 94,999 രൂപയാണ്. അതുപോലെ തന്നെ 24 GB റാം വെർഷൻ്റെ വില വരുന്നത് 1,19,999 രൂപയാണ്. പിന്നെ ഈ ഒരു വെർഷൻ്റെ കൂടെ എയറോ ആക്റ്റീവ് കൂളർ എക്സും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ASUS ROG Phone 8 Proയിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഗെയിമിങ്ങിനും കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ASUS ROG Phone സീരീസിലെ പഴയ ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസൈനിൽ പഞ്ചോൾ ഡിസൈനൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിലോട്ട് വരുമ്പം അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ASUS ROG Phone 8 Pro എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗെയിമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.